So dear students, welcome to SS Physics classes. Today, we are with a very important chapter with you, the laws of motion. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അതിലെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, we can wait minimum 2 to 3 questions from this chapter. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പല ചാപ്റ്ററുകളുടെയും ബേസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. അതുകൊണ്ട് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ റിയലി ഇറ്റ് വിൽ അഫക്റ്റ് മറ്റ് ചാപ്റ്ററുകളെ. നോക്കൂ, കഴിഞ്ഞ 33 ഇയേഴ്സിലായിട്ട് 65 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ എന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്, ഒരു മിനിമം 2 ക്വസ്റ്റ്യൻസ് പ്ലസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ 2020 ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഉറപ്പിക്കാം അതൊരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് 2021 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ, പക്ഷെ ഇതിലെ ഓരോ കോൺസെപ്റ്റ്സും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചാപ്റ്ററുകളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. നമ്മുടെ ആദ്യം നമുക്ക് ആ ചാപ്റ്ററിന്റെ ലോസുകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ, ഇനർഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് നിയമം. അപ്പൊ ആ ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട 1-2 പോയിന്റുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആൻഡ് എന്താണ് നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. അപ്പോ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ദ സിസ്റ്റംസ് ബേസ്ഡ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓർ അറ്റ് റെസ്റ്റ്, അതിനെ നമുക്ക് പറയാം ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. അപ്പൊ നോൺ ഇനർഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വന്നു കഴിഞ്ഞു, അത് ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള ആസ്പെക്ട്. രണ്ടാമത് വളരെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്, നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഒരു മാസിനെ ഒരു സ്ട്രിങ് കൊണ്ട് 2 സ്ട്രിങ്ങുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ സ്ട്രിങ്ങിന് എ എന്നും ബി എന്നും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ബി എന്ന് പറയുന്ന സ്ട്രിങ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ആ ക്യാപിറ്റൽ എം മാസിനെ ഒന്ന് പുള്ള് ചെയ്യാണ്. പക്ഷെ 2 തരത്തിൽ. 1, അതിനെ ക്വിക്കായിട്ട് ബിയെ നമുക്കൊരു ജർക്കിങ് കൊടുത്താൽ. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് സ്റ്റഡിലി ആയിട്ട്, പതുക്കെ പക്ഷെ സ്റ്റഡിലി ആയിട്ട് ഫോഴ്സ് കൂട്ടിക്കൊണ്ടിരുന്നാൽ വിച്ച് സ്ട്രിങ് വിൽ ബ്രേക്ക്. ഇനർഷ്യ എന്ന് പറയുന്ന ആ ടേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വിക്കിലി ബി എന്ന് പറയുന്ന ആ സ്ട്രിങ്ങിനെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എ സ്ട്രിങ് ആണോ ബി സ്ട്രിങ് ആണോ കട്ട് ചെയ്യാം. Come on, give the answer. പെട്ടെന്ന് ബ്രേക്ക് ആകുന്നത് എ ആണോ ബി ആണോ? Come on. Come on everybody. It's a very important one. അപ്പൊ ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാപിറ്റൽ എം മാസ്, പക്ഷെ അതിനെ ഒരു റിജിഡ് സിസ്റ്റമായിട്ട് എ കണക്ട് ചെയ്തിരിക്കുകയാണ് സ്ട്രിങ്. ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൂടെ ഉണ്ട്. നമ്മൾ ബി യെ ബേസ് ചെയ്തിട്ട് ക്വിക്ലി അതിനെ നമ്മൾ ജർക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ എ ആണോ ബി ആണോ കട്ട് ചെയ്യപ്പെടുക? അതല്ല, ഇവരെ നമ്മൾ സ്റ്റഡിലി ആണ് വലിക്കുന്നതെങ്കിൽ ഏതാണ് കട്ട് ചെയ്യപ്പെടുക? വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, പ്യുവർലി ബേസ്ഡ് ഓൺ അവർ ഇനർഷ്യ. വാട്ട് വി ക്യാൻ സേ, കമാൻ, ക്വിക്ലി നമ്മൾ വെക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് the time to transfer that force to capital A എന്ന് പറയുന്നതില്ല.
കാരണം ഈ ബിക്കോസ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്ക് ബി എന്ന് പറയുന്നതായിരിക്കും കട്ട് ചെയ്യപ്പെടുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ കേസ് ഈസ് എൻറ്റയർലി സ്റ്റഡിലി. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ദ സഫിഷ്യന്റ് ടൈം ടു റീച്ച് ക്യാപിറ്റൽ എ. അപ്പൊ ക്യാപിറ്റൽ എ എന്ന് പറയുന്നതിനെ ആക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനോടൊപ്പം ആ മാസിന്റെ ടെൻഷനും കൂടെ അവിടെയുണ്ട്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എയുടെ ടെൻഷൻ കൂടുകയും എ ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിന് വെയിറ്റ് ചെയ്യാൻ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വളരെ കൃത്യതയോടെ ചില ആസ്പെക്ട്സുകൾ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് കംഫർട്ടായിട്ട് അറിയാം. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ്, അല്ലെ? അപ്പോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ഇൻഫറൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. കാരണം ഇതിനെ ഒരു ഡബിൾ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പൊ നമ്മൾ രണ്ട് കേസസിലായിട്ടാണ് ഇവയെ ഉപയോഗിക്കാറുള്ളത്. സാധാരണ കേസില് മാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 ആണ് ഉപയോഗിക്കുക, ആസ് എം ഇൻറ്റു എ. രണ്ടാമത്തെ കൺസെപ്റ്റ് ഓർത്തിരിക്കണം, മാസ് വേരിയബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് രണ്ട് കേസസ് മനസ്സിൽ ഓർത്തിരിക്കണേ. മാസ് വേരിയബിൾ ആയിട്ട് വരുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷൻ ആണ്. രണ്ടാമത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺവെയർ ബെൽറ്റ് മാതിരിയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് ദ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നുള്ള ആസ്പെക്ട് നമ്മൾ കൃത്യതയോടെ ഉപയോഗിക്കണം. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് സപ്പോസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് അവിടെ 0 ആണ് എന്നിരിക്കട്ടെ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ എപ്പോഴും ഓർക്കുക ദാറ്റ് ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് യെസ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദ വെരി ഇമ്പോർട്ടന്റ് വൺ ദാറ്റ് മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആകും. അതോടൊപ്പം തന്നെ ഇക്വിലിബ്രിയം എന്നൊരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആകുന്ന കേസ് വരുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലാമീസ് തിയറം എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ബേസ് ചെയ്തിട്ട് വി ആർ സഫേർഡ് വിത്ത് ഡിഫറെന്റ് ഫോഴ്സസ് എന്നുള്ള ഒരു ആസ്പെക്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, say as an example, look, it is suffered with the force F1 and the next one as F2 and the next one as F3. അപ്പൊ അത് ആക്ട് ചെയ്യുന്ന ആംഗിളുകൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് θ1ഉം ഇത് θ3ഉം ഇത് θ2ഉമായിട്ട് എടുക്കുകയാണെങ്കിൽ ലാമീസ് തിയറം അല്ലെങ്കിൽ സൈൻ ലോ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. എന്ന് പറഞ്ഞാൽ F1 divided by sin θ1 that should be equal to F2 division by sin θ2 that should be equal to F3 division by sin θ3. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്, മറന്നു പോകരുത്. നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ഇംപൾസ് എന്ന് പറയാം. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ അത് എഫ് ഇൻറ്റു ഡി ടി ആയിട്ടാണ്, അല്ലെ? ലോസ് ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം എന്നൊക്കെ പറയാം. പക്ഷെ ചില പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ ആവറേജ് ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനെ നമുക്ക് ടോട്ടൽ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റഗ്രേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് പെട്ടെന്ന് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയും പ്രിലിമിനറി ആസ്പെക്ട്സുകൾ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ഇത് ബേസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുക. 2019 ക്വസ്റ്റ്യൻ ആണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് വെലോസിറ്റി ഈസ് ആക്റ്റഡ് ബൈ 3 ഫോഴ്സസ് ഷോൺ ബൈ ദ വെക്ടർ ട്രയാങ്കിൾ PQR. The velocity of the particle will, come on everybody, പെട്ടെന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിച്ചേ. come on, ആദ്യം
ആ ട്രയാങ്കിൾ വളരെ ശക്തമായിട്ടൊന്ന് നോക്കി, എന്നിട്ട് ആ ഫോഴ്സസിന്റെ ഓർഡർ എന്ന് മനസ്സിലാക്കി. വാട്ട് വി ക്യാൻ സേ ആൻഡ് വാട്ട് ഈസ് ആൻസർ? കം ഓൺ എവരിബഡി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം ഫോഴ്സസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2019 ചോദിച്ചത്. വാട്ട് ഈസ് ആൻസർ? കം ഓൺ എവരിബഡി. യെസ്, പ്ലീസ് മെസ്സേജ് മീ. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ നമ്മളൊന്ന് പരിശോധിച്ചാല് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നോക്കിയേ. പിയുടെ ഡയറക്ഷൻ, ക്യൂവിന്റെ ഡയറക്ഷൻ, ആറിന്റെ ഡയറക്ഷൻ. സാധാരണ നമ്മുടെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എടുക്കുമ്പോൾ സേ വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ദിസ് ഈസ് ആർ. അതുകൊണ്ട് നമ്മൾ പറയും ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. പക്ഷെ ഇവിടെ കൺസെപ്റ്റ് തന്നിരിക്കുന്നത് അങ്ങനെയല്ല. ഈ ആറും കൂടെ എയുടെ ബിയുടെ അതേ ഓർഡറിലാണ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെത് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അവനെ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരുന്നു? എ പ്ലസ് ബി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയി മാറുന്നു എന്നർത്ഥം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഹിയർ. We can say all the forces are in one order and hence we can say that net force is equal to 0. But based on, the second law, namakariam, it is dp by dt, that is equal to 0. That means momentum എന്ന് പറയുന്നത് constant ആയിട്ട് മാറുകയാണ്. That means m into v is a constant. For a particle, that m is a constant. And hence we can say the speed with which the velocity of the particle becomes remains constant, and hence we can say exactly you got the answer as C choice, remains constant. Everybody, you got concept? Clear ആയോ നിങ്ങളെ? എങ്ങനെയാണ് നമ്മുടെ നേരത്തെ പഠിച്ച ലാമീസ് തിയറം ഇക്വിലിബ്രിയം വരുമ്പോൾ യെസ് നെറ്റ് ഫോഴ്സ് ബിക്കം 0. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വന്നത് മറ്റൊരു തരത്തിൽ. Are you sure you got it? Can I move to the next one? Good. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ രൂപത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. യു ക്യാൻ ഡു. നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചേ. The force F acting on a particle of mass m is indicated by the force time graph shown below. The change in momentum of the particle over the time interval from 0 to 8 seconds. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഫോഴ്സ് വേഴ്സസ് ടൈം ആണ് അല്ലെ. നമുക്ക് വേണ്ടത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ നമ്മള് ഒരു ഗ്രാഫ് വരുമ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മള് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ മാതിരി തന്നെ നമ്മൾ ഒന്നുകിൽ അതിന്റെ സ്ലോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഏരിയയെ കുറിച്ച് ചിന്തിക്കും. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഇപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് dp by dt ആണെന്നുള്ള കൺസെപ്റ്റ് അറിയാം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തെ ചേഞ്ച് ഇൻ മൊമെന്റം ബിറ്റ്വീൻ ദ ടൈം ഇന്റർവെല് കിട്ടിയിരിക്കും. അപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഏരിയ കണ്ടുപിടിക്കുമ്പോഴാണ്. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഓർക്കേണ്ടത് കണ്ടുപിടിക്കേണ്ട മൊമെന്റം എന്ന് പറയുന്നത് പ്യുവർ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഡയറക്ഷനെ കുറിച്ച് വളരെ വ്യക്തമായ കാര്യം ഉണ്ടാവണം. പക്ഷെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനർജിയാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ട, എല്ലാം നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് കൺസെപ്റ്റ് വരുന്നതിനെ പോസിറ്റീവ് ആയിട്ട്, നെഗറ്റീവ് കൺസെപ്റ്റ് വരുന്നത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യതയുടെ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റൂ. അതോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ, ഇത് നമുക്ക് 3 എന്നുള്ള ആസ്പെക്ട്സിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ come on everybody, നമുക്കിവിടെ 3 കേസസ് ആയിട്ട് എടുക്കാം. 1, 2 and 3. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് A1 plus A2 plus A3 ഇങ്ങനെ ഈ തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് A1 ആയിട്ട് വരുന്നത്? സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചേ. യെസ്, A1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഹാഫ് ഇൻറ്റു
What is the base there? 0 to 2. 2 into what is the altitude as a 6? അടുത്ത A2 എന്ന് പറയുന്നത് മൈനസ് ആണ്, മറന്നു പോകരുത്. യെസ്, ടൈം ആക്സിസിലെ വാല്യൂ എത്രയാ? 4 - 2. അപ്പൊ 2 into ഹൈറ്റ് എത്ര വരുന്നു? 3 വരുന്നു അല്ലെ? ഓൾറെഡി നമ്മൾ മൈനസ് എടുത്തു, മറന്നു പോകരുത്. ദെൻ പ്ലസ് ഇൻറ്റു A3. A3 എന്ന് പറയുമ്പോൾ ടൈം ആക്സിസിൽ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 4 ആണ്. അത് എവിടെയാ അവസാനിക്കുന്നത്? 8 ആണ്. സോ 8 - 4. സോ 4 into ഹൈറ്റ് എത്രയാണ്? 3 ആണ്. So that is equal to, it becomes a 6 - 6 plus 12. So what is the area? What is the area? You got it exactly. You are right. അപ്പോൾ നമുക്ക് 12 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. That means the change in momentum become that third choice. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നിലനിർത്തുക. It becomes so cute for you. നമ്മൾ അടുത്ത് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ്. നമ്മുടെ ഡിഫ്ലക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ട്, റിഫ്ലക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ആസ്പെക്റ്റ് ആണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, തെറ്റാൻ സാധ്യതയില്ലാത്ത ഒരു മെത്തേഡിലൂടെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? എ 3 kilogram ball strikes a heavy rigid wall with a speed of 10 meters per second at an angle of 60 degrees. It gets reflected with the same speed and the angle. അപ്പൊ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് ഒരേ സ്പീഡിലാണ്, ഒരേ ആംഗിളിലാണ്. If the ball is in contact with the wall for 0.2 seconds, then what is the average force exerted on the ball by the wall? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരേണ്ടത് ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടത്തെ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ദ ടൈം ഇന്റർവൽ ആണ്. അപ്പൊ നമുക്ക് dp യെ കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് എടുക്കാം ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ്. ഇവിടെ കേസ് എടുക്കുമ്പോൾ ഓർക്കണേ, ഒരൊറ്റ ബോഡിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഈസിയോടെ ചെയ്യാൻ പറ്റുക? നമ്മൾ സാധാരണ ഓപ്റ്റിക്സിലൊക്കെ എടുക്കുന്ന മാതിരി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ബേസ് ചെയ്താ എപ്പോഴും എടുക്കുന്നത് അല്ലെ? അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ 90 - 60 30 ഡിഗ്രി അല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇവിടെ സെയിം ആയിട്ടെന്നാണല്ലേ പറയുന്നത്. അപ്പൊ അത് 30 ആയിട്ട് തന്നെ നമുക്ക് എടുത്തൂടെ? എന്തുകൊണ്ട് അങ്ങനെ എടുത്തെന്ന് ചോദിച്ചാല് നമ്മൾ സാധാരണ രൂപത്തിൽ കണക്കാക്കുന്ന ചില കേസസ് ഇറ്റ് ബിക്കംസ് സോ ഈസി. ആസ് ആൻ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഇനിഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് P1, ഫൈനൽ മൊമെന്റവും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനിലാണ് വ്യത്യാസം വരുന്നത്. കാരണം അവന്റെ മാസും വെലോസിറ്റി സെയിം ആണ്. നോക്കി, ഈ P1 മൊമെന്റത്തെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിക്കാം. അപ്പൊ അതിനുവേണ്ടി ഇത് 30 ഡിഗ്രി ആണ്, അത് നമ്മുടെ തീറ്റയായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് തീറ്റയാകില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തീറ്റയോട് ചേർന്ന കമ്പോണന്റ് നമുക്ക് എങ്ങനെയെന്ന് പറയാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു P1 cos തീറ്റ ആയിട്ട് മാറില്ലേ? അപ്പൊ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? P2 sin തീറ്റ ആയി മാറിയില്ലേ? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പോ ദിസ് ഈസ് P1 cos തീറ്റ ആൻഡ് ദിസ് ഈസ് P2 sin തീറ്റ ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള മൊമെന്റം P1നെ നമ്മൾ വെക്ടോറിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വരും? P1 cos തീറ്റ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കല്ലേ? അപ്പൊ നമുക്ക് അതിനെ P1 cos തീറ്റ I ആയിട്ട് കൊടുത്തൂടെ? വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടല്ലേ P2 sin തീറ്റ P1 sin തീറ്റ ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ P1 sin തീറ്റ ഇൻറ്റു J ആയിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. ഇതേ പാറ്റേണില് നമ്മൾ രണ്ടാമത്തെ വാല്യൂ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ. ഈ മൊമെന്റത്തെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ ശ്രമിച്ചേ, രണ്ടാമത്തത്. അപ്പൊ അവനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ദിസ് കമ്പോണന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? നമ്മുടെ P2 cos തീറ്റ ആൻഡ് ദിസ് കമ്പോണന്റ് ഈസ് വാട്ട്? That is nothing but equal to P2 sin theta. അങ്ങനെയാണെങ്കിൽ നമ്മുടെ P2നെ വെക്ടോറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചേ. I കമ്പോണന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ അവനുള്ളത്. അപ്പൊ നമുക്ക് അവനെ എങ്ങനെ എടുക്കാം? മൈനസ് P2 cos theta I. അടുത്ത P2 sin theta അവിടെയും വെർട്ടിക്കലി അല്ലേ? അപ്പൊ നമുക്കത് P2 sin theta ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന P2ന്റെ വാല്യൂവും P1ഉം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലെ? അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. എന്നിട്ട് നമ്മുടെ സാധാരണ കണ്ടുപിടിക്കേണ്ട നമ്മുടെ P2 - P1 എന്ന് എടുത്തേ. എന്ത് കിട്ടി? കമാൺ. യെസ്. അപ്പൊ അതിൽ ഓർക്കേണ്ടത് ഒരേപോലത്തെ വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ? യെസ്.
അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഒരു മൈനസ് സൈൻ വരും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണേ. ദിസ് വൺ മൈനസ് ദിസ്. അപ്പൊ നമുക്ക് ഈ P2 സൈൻ തീറ്റയും P1 സൈൻ തീറ്റയും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 2P cos തീറ്റ I. ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ആസ് 2P cos തീറ്റ. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഫോഴ്സ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ മൊമെന്റം ഡിവിഷൻ ബൈ ടൈം ഇന്റർവൽ അല്ലേ? That is equal to 2P cos theta division by time interval. That is equal to 2 into mass ഇവിടെ 3 കിലോഗ്രാം അല്ലേ? അതിന്റെ വെലോസിറ്റി 10 എന്നല്ലേ നമ്മളോട് പറയാം. തീറ്റ എന്ന് പറയുന്നത് 60 അല്ല 30 ആണ്, മറന്നു പോകരുത്. That division by the time interval എന്ന് പറയുന്നത് 0.2 ആണ്. So 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. So 10 to the power of -1 മേലോട്ട് വരുമ്പോൾ അത് യെസ് നമുക്ക് 10 ആയിട്ട് 100 ആയിട്ട് എടുക്കാം. അപ്പൊ 300 into cos 30, that is a root 3 by 2. You get the answer as 150 root 3 Newton, and exactly you get the answer as the third choice. അപ്പൊ ഇതില് ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നിനെയും കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ആൻസർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ആംഗിൾ എടുക്കുന്നതിനനുസരിച്ച് കോസ് ആണോ സൈൻ എന്നുള്ളത് മാറും കേട്ടോ. അത് ഡിപ്പെൻഡബിൾ ആയ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ എടുത്തത് നിങ്ങൾക്ക് ഓപ്റ്റിക്സിലും ഒക്കെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഡീൽ ചെയ്തത്. സോ ദാറ്റ് തീറ്റ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫോർത്ത് വൺ. യെസ്, എ ഗുഡ് ക്വസ്റ്റ്യൻ. കുഞ്ഞുങ്ങളെ ട്രൈ ചെയ്തേ. ആൻഡ് ബിഫോർ ദാറ്റ് കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാൻ. കാരണം ഈ ഒരു പാൻഡമിക്കില് ഇതേപോലെ ഉള്ള ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചാനലുകൾ വളരെ വിരളമാണ്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അത് കിട്ടിയാൽ അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ അയച്ചു കൊടുക്കാൻ മറക്കരുത്. യെസ്, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, NCERT ബേസ് ചെയ്ത് 1-2 എക്സാമ്പിൾസ് ഉണ്ട്, എക്സസൈസ് ഉൾപ്പെടെ. അതൊന്ന് ചെയ്യാൻ ശ്രമിക്കണേ. A 600 kilogram rocket is set for a vertical fire. If the exhaust speed is 1000 meters per second, the mass of the gas ejected per second to supply the thrust needed to overcome the weight of rocket is. വെയിറ്റിനെ ഓവർകം ചെയ്യാൻ ആ റോക്കറ്റിൽ വേണ്ട ത്രസ്റ്റ് എന്താണ്? അപ്പൊ നമുക്ക് സാധാരണ രൂപത്തില് വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു മാസ് ഇൻടു ജി ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് മാസ് വേരിയബിൾ സിസ്റ്റം വരുമ്പോൾ ആ ത്രസ്റ്റിന് റീസൺ ആകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് we know that relative velocity into dm by dt. നമ്മളത് ഇനിഷ്യലി നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇത്രയും മാത്രമേ ഇവിടെ ഡീൽ ചെയ്യേണ്ടതുള്ളൂ. കാരണം വെയിറ്റ് ജസ്റ്റ് നമ്മൾ അതിന് ഓവർകം ചെയ്യാനുള്ള കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ആ mg എന്തിന് ഈക്വൽ ആയിട്ട് മാറി? v ഇൻറ്റു dm by dt. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dm by dt ആണ്. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. That dm by dt, take the value as is equal to mg, that division by v. Come on, quick. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചേ. What is a mass there? Yes, very good. Exactly. You are right. Come on. That what is a mass acting on it? Yes, it is a 600. That much g. We can say that 10 division by. What is the velocity? The exhaust speed is given by what? That is given as a 10 cube. Yes, very good, very good. That yes, 10 cube cancel. You get the answer as is equal to 6 kilogram per second. So you get the choice as that third choice. So dear one, ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യനുകളാണ്, മറന്നു പോകരുത്. ഇനി അടുത്ത കോൺസെപ്റ്റുകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കേസസ് ആണ് നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് ആൻഡ് സ്ട്രിംഗ് ഫോഴ്സ്.
ആദ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സ്ട്രിങ് വേർഡ്സിനെ പറ്റി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതില് നമ്മുടെ സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ അൺലെസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് യു ഹാവ് ടു ടേക്ക് മാസ്ലെസ്. എന്തിനു മാസ്ലെസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് പോയിന്റുകൾ എപ്പോഴും ഓർക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൽ എല്ലായിടത്തും ടെൻഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അതല്ലെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് ഇറ്റ് ഈസ് മാസീവ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. സോ ദിസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കുകയും ഈ പോയിന്റിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് മാക്സിമം ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത് മാസ്ലെസ് ആണ്, അവിടെ ടെൻഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബോഡീസിന് സെയിം ആക്സിലറേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർക്കണം, ഒരു സ്ട്രിങ്ങിന് ടെൻഷൻ ഉണ്ടാകണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് സംഭവിക്കൂ. ഇത്രയും മിനിമം കാര്യങ്ങൾ സ്ട്രിങ്ങിന്റെ കേസസിൽ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്പ്രിങ്ങിനെ കണക്കാക്കുമ്പോൾ, സ്പ്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കണേ, അതിൽ എന്തുമാത്രം വെയിറ്റ് ആണ് ഹാങ് ചെയ്യുന്നത്, ആ മാസിന്റെ വാല്യൂ നമുക്ക് തരുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എം കിലോഗ്രാം ആണ് നമുക്കിവിടെ ഹാങ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റു ജി വെയിറ്റ് ഹാങ് ചെയ്താൽ എമ്മിന്റെ റീഡിംഗ് തരുന്നതാണ് നമ്മുടെ സ്പ്രിങ് എന്ന് പറയുന്നത്. ആ സ്പ്രിങ്ങിന്റെ ചില കൺസെപ്റ്റ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർത്തിരിക്കുക. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ. ആസ് ആൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്പ്രിങ് നമ്മൾ കണക്ട് ചെയ്തു എന്നിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അപ്പൊ ഒരു എൻഡിലേക്ക് നമ്മൾ ടി ടെൻഷൻ വിളിച്ചു, ഇവിടെ ഒരു ടി ടെൻഷൻ വിളിച്ചു. വാട്ട് ഈസ് എ റീഡിങ് ഓൺ ഇറ്റ്? അത് എപ്പോഴും ഓർക്കണേ, ടി എന്ന് പറയുന്ന ഫോഴ്സ് ആണെങ്കിൽ ടി ബൈ ജി എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ടി മാത്രമേ അവിടെ എഫക്റ്റീവ് ആയിട്ട് മാറൂ. കാരണം മറ്റേ ടി എന്ന് പറയുന്നത് അവിടെ ഒരു റിജിഡ് ബൗണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് എപ്പോഴും മനസ്സിൽ ഓർക്കണം. ഇനി അടുത്ത്, ഇവിടെയും നമ്മൾ സ്പ്രിങ് എന്ന് പറയുന്നത് എക്സാക്ട്ലി മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്തിനാണ് മാസ്ലെസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്? അതിനുള്ളിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വാട്ട് ഓർ മേ ബി ദ കേസ്, ഇപ്പൊ ഈ ഇതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ഫോഴ്സ് കൊടുത്തെന്നിരിക്കട്ടെ, എഫ് വൺ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതെപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേപടി തന്നെ നമ്മൾ കംപ്രഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പൊ കംപ്രഷൻ ആണ് കൊടുത്താലും അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സ്പ്രിങ്, വാട്ട് എവർ മേ ബി ദ ലൊക്കേഷൻ. പക്ഷേ എക്സ്റ്റൻഷൻ ആയിക്കോട്ടെ കംപ്രഷൻ ആയിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും എടുക്കുക, എക്സ്. പക്ഷെ ഹൂക്സ് നിയമം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, -k/x എന്ന് പറയുന്നത്. സിറ്റുവേഷൻസ് ബേസ് ചെയ്ത് രണ്ട് ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. ഒന്ന്, നമ്മുടെ ഹൂക്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട എഫ് കർവ് വന്നാൽ എപ്പോഴും ഓർക്കണേ, അതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിച്ചാൽ സിമ്പിൾ ആയിട്ട് കെ കണ്ടുപിടിക്കാം. കെ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ടേഴ്സ് കെ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതോടൊപ്പം തന്നെ ഡയമെൻഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റിവേഴ്സ്ലി. അതുകൊണ്ട് തന്നെ ദാറ്റ് കെ വിത്ത് ലെങ്ത് എന്നുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മറന്നു പോകരുത്. ഇനി സ്പ്രിങ് ആയാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ വഴി എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. നോക്കിയേ, ഒന്ന്, ചിലപ്പോൾ കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ് വരാൻ സാധ്യതയുണ്ട്, ലൈക്ക് ദിസ് വൺ. ഇപ്പൊ രണ്ട് സ്പ്രിങ്ങുകൾ
ഒരു ക്യാപിറ്റൽ എം മാസുമായിട്ട് ഡീൽ ചെയ്താൽ, അപ്പൊ ഓരോന്നിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 K2 ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ ഒന്ന് ഷെയർ ചെയ്യാവൂ? കമാൻ സേ എവരിബഡി, വാട്ട് ഈസ് ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദാറ്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്? ഇതിനെ നമുക്ക് ഏത് തരത്തിൽ ഡീൽ ചെയ്യാൻ പറ്റും? ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് സി ക്യാപിറ്റൽ എം എന്ന് നമ്മൾ പറഞ്ഞാല് say it is K1, it is K2. ഈ രണ്ട് കേസസ് 1 ഉം 2 ഉം we have to consider as the parallel combination of spring. Parallel combination of a spring. അങ്ങനെ വരുന്ന സമയത്ത് what is the effective value? Come on, say everybody, what is the effective value? We can say that K effective is equal to K1 plus K2. അപ്പൊ അത് വെർട്ടിക്കൽ ആയിക്കൊള്ളട്ടെ, ഹൊറിസോണ്ടലി ആയിക്കൊള്ളട്ടെ, ഈ രണ്ട് സ്പ്രിങ്സിനെയും നമ്മൾ സീരീസോടെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ട ഫോർമുല മറന്നു പോകരുത്. 1/k എന്ന് പറയുന്നത് 1/K1 പ്ലസ് 1/K2 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള വളരെ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, സ്പ്രിങ് ആൻഡ് സ്ട്രിങ്. ഈ സ്പ്രിങ്ങിന് മെമ്മറി പവർ വളരെ കൂടുതലാണ്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് മെമ്മറി ലോസ് ഉള്ള ഒരാളാണ്. എപ്പോഴും ഇവൻ മറന്നു പോകത്തില്ല, ഇവൻ പെട്ടെന്ന് മറക്കും സിറ്റുവേഷൻ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ചില പ്രോബ്ലംസ്, എസ്പെഷ്യലി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ വേണ്ട തിയറിയുടെ ഒരു ആസ്പെക്ട് അതാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 5 നല്ല ക്വസ്റ്റ്യൻ ആണ്. ടു ബ്ലോക്സ് A ആൻഡ് B of masses 3m and m respectively are connected by a massless and inextensible string. The whole system is suspended by a massless spring as shown in figure. The magnitude of acceleration of A and B immediately after the string is cut, that are respectively. അപ്പോൾ ബിഫോർ കട്ട് ചെയ്യുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് വേണേ നോക്കാം. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 3m മാസിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ബി കട്ട് ചെയ്താലുള്ള കാര്യം എന്ന് പറയുന്നത് അവർ റിലീസ്ഡ് ആയി കഴിഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞാൽ പ്യുവർലി പുറകിലൊരു വലിവില്ല. എക്സാക്ട്ലി നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ബി ഇൻറ്റു ജി എന്ന് പറയുന്ന വെയിറ്റ് മാത്രമേ അവനെ ആക്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ആക്സിലറേഷൻ ഫോർ ബി എന്ന് പറയുന്നത് ആഫ്റ്റർ കട്ടിങ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ജി ആയിട്ട് നമുക്ക് പറയാം. അതിനകത്ത് സംശയമില്ല. അപ്പൊ ആദ്യത്തെ രണ്ട് ചോയ്സിൽ ഏതോ ഒരെണ്ണമാണെന്നുള്ളത് ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ? അപ്പൊ അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ബിഫോർ കട്ടിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കാം. കാരണം നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, സ്പ്രിങ് മറക്കില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ മെമ്മറി ഇച്ചിരി കൂടുതലാണ്. അത് ബേസ് ചെയ്തിട്ട് നോക്കി, നമുക്ക് ഈ സ്പ്രിങ്ങിലുള്ള ഇവന്റെ ടെൻഷനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് നമുക്ക് അവിടുത്തെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക? അപ്പൊ ഈ സ്ട്രിങ് ബേസ് ചെയ്തെടുക്കുമ്പോൾ ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടിയുള്ള വെയിറ്റ് ആണ് താഴോട്ട് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും 3m പ്ലസ് m ഇൻറ്റു ജി എന്ന് പറയുന്നത് താപ്പോട്ട് ആക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻ ആണ് മേപ്പോട്ടുള്ളത്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അടുത്ത, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ഇനി അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, സോ വി ക്യാൻ സേ ഈ ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാണ് അല്ലെ, ബിക്കോസ് ഓഫ് ദാറ്റ് ടെൻഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം K into X എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദേ. അപ്പൊ ആ KX എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെയുള്ള രണ്ട് മാസിന്റെയും വെയിറ്റിന് തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, KX എന്ന് പറയുന്നത് നമുക്ക് 3m പ്ലസ് m ഇൻറ്റു ജി ആയിട്ട് ബിഫോർ കട്ടിങ്ങിൽ നമുക്ക് പറയാം. എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് 4mg എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്പ്രിങ്ങിലുള്ള ആ ടെൻഷൻ ഒരു കാരണവശാലും മാറില്ല. അതെന്ത് തന്നെ ആയിരിക്കും? 4mg ആയിരിക്കും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്,
താഴോട്ട് നമ്മുടെ 3m വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മേപ്പോട്ട് ഒരു 4mg ഉണ്ട് താനും. അതുകൊണ്ട് ഇവൻ എങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും? കൂടിയ ഫോഴ്സ് ഉള്ള ഡയറക്ഷനിലേക്ക്. അപ്പോ അവന്റെ ആക്സിലറേഷൻ എ ആയിട്ട് എടുത്താൽ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 4mg മൈനസ് അവന്റെ മാസ് എത്രയാണാവോ മറന്നു പോകരുത്, 3m ആണ്. 4mg മൈനസ് 3mg. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടി? mg ആയി മാറി. അപ്പൊ ആക്സിലറേഷൻ ഓഫ് എ എന്തെന്ന് കണ്ടുപിടിക്കാം? mg ഡിവിഷൻ ബൈ 3m. mm cancel, you get the answer as g/3 and exactly got the choice as A. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ശരിയായത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എടുത്തപ്പോഴാണ്. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് ഓർക്കുക. ബിഫോർ കട്ടിങ് എന്താണോ സംഭവിച്ചത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ സ്പ്രിങ്ങിൽ വന്നു. അത് നിലനിൽക്കുകയാണ് ഈവൻ ആഫ്റ്റർ കട്ടിങ്. അപ്പൊ ആഫ്റ്റർ കട്ടിങ് വന്നപ്പോൾ 3 മാസ് മാത്രമേ ഉള്ളൂ. അവന്റെ വെയിറ്റ് താഴോട്ട്. നമ്മുടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ഓൾറെഡി ചെയ്തിരിക്കുന്നത് മേളിലോട്ടുണ്ട്. ആ 2 നെറ്റ് ഫോഴ്സ് ആയിരിക്കും m/a ആയിട്ട് വരിക. പക്ഷെ അവിടുത്തെ മാസ് 3m മാസ് ആയതുകൊണ്ട് 3m into acceleration is 4mg minus 3mg. You get the answer as A is equal to g/3. ഇനി നമ്മുടെ ബി മാസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഫ്രീലി ഫോളിംഗ് ബോഡി ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ അവരിൽ ആക്ട് ചെയ്യുന്നത് അവന്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് g/3 എന്നൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ വന്നു. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പ്ലീസ് ബി ഇൻ മെമ്മറി. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് ഫോർ ദ കമ്മിങ് എൻട്രൻസ് എക്സാമിനേഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമാൺ, നിങ്ങളുടെ മെമ്മറി ഒന്ന് യൂസ് ചെയ്തേ. സ്പ്രിങ്ങിനെ മാതിരി. ഓക്കെ, ആ ക്വസ്റ്റ്യനിലെ മെമ്മറി അല്ല ഇവിടെ വേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ. 2 blocks m1 equal to 5 gram and m2 is equal to 10 gram are hung vertically over a light frictionless pulley as shown here. What is the acceleration of the masses when they are left free? That is a very important one. ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നമുക്കൊരു എളുപ്പ വഴിയിലൂടെ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കാം കേട്ടോ. ഇതേപോലത്തെ മാസ്ലെസ് ആയിട്ടുള്ള സ്ട്രിങ് ബേസ് ചെയ്ത പ്രോബ്ലംസ് വരുമ്പോൾ വെയിറ്റ് കമ്പോണന്റുകൾ എടുക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന വെയിറ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് m2g ആണ് അല്ലെ. ഇവിടെ എന്താണ് നമ്മൾ പറയുന്ന വെയിറ്റ് കമ്പോണന്റ് m1g ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിലെ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ ഡയറക്ഷൻ ആണ്. കാരണം എന്താണ്? m2 is greater, 10 gram ആണ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇവന്റെ വെയിറ്റ് കമ്പോണന്റ് എടുക്കുക. വാട്ട് ഈസ് ദാറ്റ്? m2g എന്ന് നമുക്ക് പറയാം. ഇവന്റെ വെയിറ്റ് കമ്പോണന്റ് എടുക്കുക. വാട്ട് ഈസ് ദാറ്റ്? m1g എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബൈ ദാറ്റ് ടോട്ടൽ മാസ് ഇൻടു ദാറ്റ് ഈസ് ദ വാല്യൂ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് ഏത് കേസിന് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയാണ്, അതാ ഇങ്ങനെ ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ വന്നെന്നിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവാ? യെസ്, ആ ഒരു കേസ് വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഇതിപ്പോ m1 ആണ്, ഇത് m2 ആണെങ്കിൽ ഇവിടുത്തെ വെയിറ്റ് കമ്പോണന്റ് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് θ1 ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം m1g sin θ1. അപ്പൊ ഇവിടുത്തെ കമ്പോണന്റ് വെയിറ്റ് കമ്പോണന്റ് എങ്ങനെ വരും? m2g sin θ. ഇവിടെ θ2 ആണെങ്കിൽ θ2 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കമ്പോണന്റിന്റെ ഡിഫറൻസ്, വാട്ട് ഈസ് ദ വെയിറ്റ് കമ്പോണന്റ് ഡിഫറൻസ് ഹിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു വലുത് ഏതാണോ, സേ m2 ആണെങ്കിൽ m2g sin θ2 minus m1g sin θ1 by m1 plus m2. That is the acceleration. അത് ഏത് കേസിന് വേണമെങ്കിലും ആപ്ലിക്കബിൾ ആണ്. അതൊരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം. m2 എന്ന് പറയുന്നത് 10 gram ആണ് അല്ലെ, ഇൻറ്റു g മൈനസ് വാട്ട് ഈസ് m1 എന്ന് പറയുന്നത്? യെസ്, 5g ആണ്. 5g ആണ്. That is a division by the total mass as 15, and that is a 15 gram. 15 gram ആയിട്ട് നമുക്ക് എടുക്കാം. മേളിൽ ഗ്രാം ഒരേപോലെ ഉള്ളത് കൊണ്ട് അത് വിഷയമല്ല. So that is equal to 5g division by 15 ആയിട്ട് മാറി. So that is equal to g division by 3 ആയിട്ട് വന്നു. അപ്പോഴത്തേക്കും 6th വണ്ണിന്റെ ആൻസർ എന്ന് പറയുന്നത് കംഫർട്ട് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. It is g/3, exactly A as the answer. You are okay, good. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്,
അതിനും ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. കമാൻ, പെട്ടെന്നൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചേ. ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നത് നോക്കിയേ. The 3 blocks A, B, C of 4 kilogram, 2 kilogram and 1 kilogram respectively are in contact on a frictionless surface. If a force of 14 Newton that is applied on the 4 kilogram mass, that is A, then the contact force between A and B, അവനെ കുറിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് എ ഫോഴ്സ്, ഇത് എ ബോഡി, ബി ബോഡി, ഇത് സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, so this is the applied force acting on it. So this is given as A, this is B, this is C. അപ്പൊ നമുക്ക് ഒരു തിയറി എന്നുള്ള ഒരു പാർട്ടില് സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ഹിയർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് F1 ഒന്ന് കൊടുക്കാം. അതേപോലെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദിസ് വൺ, സി ദിസ് ഈസ് F2 ആൻഡ് സേ ദിസ് ഈസ് F2. എങ്ങനെ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാം? ഇതിനെ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ക്യാപിറ്റൽ F ആയിട്ട് എടുത്താല് ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് നമ്മൾ F1 കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ്, അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ F1 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഉറപ്പിച്ചു ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എയിലാണ്. അങ്ങനെയാണെങ്കിൽ അതർ മാസസ് ഒന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ബി പ്ലസ് മാസ് ഓഫ് സി, ദാറ്റ് ഡിവിഷൻ ബൈ ടോട്ടൽ മാസ് MA പ്ലസ് MB പ്ലസ് MC into the total force. അതാണ് നമ്മുടെ F1 എന്ന് പറയുന്നത്. That is the contact force there. അങ്ങനെയാണെങ്കിൽ F2 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നോക്കൂ, F2 വരുമ്പോൾ അവിടെയും നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, യെസ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ ഇനർഷ്യ കാരണം ഇവിടെ എത്തിയത്? എയിലൂടെ ദെൻ ബിയിലാണ് എത്തിയത്. അപ്പം ബിയിലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനപ്പുറത്തുള്ള മാസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? MC division by MA plus MP plus MC into the total force. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയോടെ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാല് എന്താ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? F1 ആണ്. അപ്പൊ മാസ് ഓഫ് ബി എത്രയാണ്? 2 plus 1 by the total mass 6 plus 7 into the total force acting. It is given as 40 Newton. That is 714. It becomes 2. So 3 into 2, you get the answer as is equal to 6 Newton. That is the very important concept. Yes. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമ്മുടെ രണ്ടാമത്തെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച്, സപ്പോസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് സി ആണെങ്കിലോ, കമാൺ പെട്ടെന്ന് ട്രൈ ചെയ്തേ. അപ്പൊ MC, the mass of C, that is 1 division by, come on, the total mass, it becomes what is 7 into the total force as 14. That is equal to 7, 14, 2 Newton. That is very important. Good, you are okay. Very good, very good. അപ്പൊ ഇങ്ങനെയുള്ള കണക്റ്റഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരല്പം തീവ്രതയോടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണേ, റിയലി. കാരണം ലോസ് ഓഫ് മോഷനിലെ ഒരുവിധം നിലവാരമുള്ള ടഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ 2 എണ്ണം നിലവാരമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ എടുക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം. യെസ്, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ മാസ് ഓഫ് 1 kilogram ഈസ് സസ്പെൻഡഡ് ബൈ എ ത്രെഡ്. It is lifted up with an acceleration 4.9 and is lowered with an acceleration 4.9. The ratio of tensions is. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് അപ്പാരന്റ് വെയിറ്റ് എന്നുള്ള ഒരു ആസ്പെക്ട് നമ്മുടെ മനസ്സിലേക്ക് വരണമേ. ഈ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ബോഡി റെസ്റ്റിലേക്ക് ഇരിക്കുന്ന സമയത്തോ നമ്മുടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് പോകുന്ന സമയത്തോ അതിന്റെ വെയിറ്റ് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുക. പക്ഷേ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ, ദാറ്റ് അപ്പാരന്റ് വെയിറ്റ് ടേക്ക് ദ വാല്യൂ ആസ് EMG പ്ലസ് A. അതോടൊപ്പം ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ ആണെങ്കിൽ യു നോ ദാറ്റ് R ഡാഷ് ബിക്കം ആസ് EMG മൈനസ് A. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. ഇനി ഒരു 3 കേസസ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്. ഫ്രീലി ഫോളിംഗ് ലിഫ്റ്റ് ആണെങ്കിൽ, അപ്പൊ ഇതിനെയും കൊണ്ട് നമ്മളൊരു സാറ്റലൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ
ഇതിനെയും കൊണ്ട് ഒരു പ്രൊജക്ടൈൽ നടത്തുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മളോടുള്ള ചോദ്യം അപ്പാരന്റ് വെയിറ്റ് ആണെങ്കിൽ, അപ്പൊ ഒരു ഫ്രീലി ഫോളിംഗ് കേസ് ആണെങ്കിൽ, സാറ്റലൈറ്റിലാണെങ്കിൽ, പ്രൊജക്ടൈൽ ആണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന എ എന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്നൊരു കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമുക്ക് mg-g ആയിട്ട് നമുക്ക് 0 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ടെൻഷൻസിന്റെ റേഷ്യോ ആണ്. അപ്പോ ആദ്യത്തെ ടെൻഷൻ നമുക്ക് 6 ആയിട്ട് എടുക്കാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m×g+a that by is the second one. അത് T1 ആയിട്ട് എടുക്കാം. T2 എന്ന് പറയുന്നത് ലോവേർഡ് ആകുന്ന സമയത്താണ് g-a എന്നാണ്. അപ്പൊ ഒരേ മാസം ആയതുകൊണ്ട് m ക്യാൻസൽ ആയി പോയി അല്ലെ. അപ്പൊ നമുക്ക് T1/T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് g+a that division by as g-a എന്നൊരു ആസ്പെക്റ്റിലേക്ക് മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ g+a that is very important one. ഇപ്പൊ g എന്ന് പറയുമ്പോൾ നമുക്ക് 9.8 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 9.8 plus 4.9 by 9.8 minus 4.9. So that is equal to 9.8 plus 4.9. The division by 4.9. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഡബിൾ 4.9 അല്ലെ. അപ്പൊ 3 into 4.9 that division by 4.9. So we get the concept as is equal to exactly you get the answer that is equal to as 3:1. That means A, the first option, as the answer. അപ്പം ഇത് അപ്പാരന്റ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ്സ് ആണ്. ഒരു കാരണവശാലും മറന്നു പോകരുതേ. ഇതെല്ലാം റിവൈസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാണ്. ടുമോറോ we are with a very important chapter, the day 5, the work power energy. ലോസ് ഓഫ് മോഷനും മാതിരി തന്നെ ഒത്തിരി അതോറിറ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ പ്രിലിമിനറി ആസ്പെക്ട്സ് നിങ്ങളെ 1.5 hours കൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ആസ് എ ഹോൾ അതിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളിലേക്ക് കാണാനുള്ള ഒരു അവസരം SS ഫിസിക്സ് ക്ലാസ് ഉണ്ടാക്കുകയാണ്. റിയലി ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾ മാറും. കേരള എൻട്രൻസ് പരീക്ഷയിൽ ഈ യൂട്യൂബ് പോലും അതിന്റെ ഫിസിക്സിന്റെ സപ്പോർട്ട് കൊണ്ട് 288 250+ സ്കോർ മേടിച്ച സ്റ്റുഡന്റ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ JEE 3rd ഡിവിഷൻ ഫേസ് എക്സാമില് 99.9 മേടിച്ച സ്റ്റുഡന്റ് ഉണ്ട്. സോ അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ക്വിക്കായിട്ട് കിട്ടുന്ന ആ ആസ്പെക്ട് സ്വീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ഈ ഒരു പ്രയോജനം നിങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ SS ഫിസിക്സ് ക്ലാസിന്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും. കാരണം ഇത് ചെയ്യുമ്പോൾ അതിനകത്തൊരു സാമൂഹ്യ പ്രതിബദ്ധത കൂടെ വരികയാണ്. ഈ പാൻഡമിക്കില് ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളില്ല. അത് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗം ഞാൻ ഈ ഒരു പെയിൻ എടുക്കുന്ന മാതിരി തന്നെ യു ക്യാൻ ജസ്റ്റ് എന്താ പറയാ ഷെയറിങ് മാത്രം നടത്തിയാൽ തന്നെ അത് ഒത്തിരി സ്റ്റുഡൻസിന് ഗുണകരമാകും. അപ്പൊ ഈ വർഷം നീറ്റ് എഴുതുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാ പ്രാർത്ഥനയും ആശംസകളും. നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷകളിലേക്ക് വരട്ടെ. ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഗുണകരമാകട്ടെ. അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നല്ല രൂപത്തിൽ നടക്കട്ടെ. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ പറഞ്ഞുകൊണ്ട് ഇനി ഫ്രിക്ഷനും അതോടൊപ്പം നമ്മുടെ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ് നമുക്കിനി ബാക്കി നിൽക്കുന്നത്. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ഫ്രിക്ഷന്റെ ആ ഗ്രാഫ് ഒന്ന് മറന്നു പോകരുതേ. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വേഴ്സസ് ദാറ്റ് അപ്ലൈഡ് ഫോഴ്സ്. ഇപ്പൊ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് വേഴ്സസ് ദാറ്റ് ഫ്രിക്ഷണൽ ആസ്പെക്ട്സ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രക്ചർ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ടേമുകളെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു. അതിലിതാ ഈ ഒരു പോയിന്റ് വരെയുള്ളതിനെ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ടാണ് കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിക്കം അഡ്ജസ്റ്റിംഗ് ആയി മാറുകയാണ് അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഈ ഒരു പോയിന്റിന് മുന്നേയുള്ള ഏത് കേസ് വന്നാലും എന്താണോ അപ്ലൈഡ് ഫോഴ്സ് അതായിരിക്കും. ഇതാണ് അതിൽ മാക്സിമം ആയിട്ടുള്ള കേസ്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ വിളിച്ചു. അതോടൊപ്പം ദിസ് വൺ ദാറ്റ് ഈസ് ദ റീജിയൻ ഫോർ കൈനറ്റിക്. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാളും കുറഞ്ഞിരിക്കും എന്നുള്ള ആസ്പെക്ട് ഒരു കാരണവശാലും മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ സാധാരണ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കേസസ്. ഒന്ന്, എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ?
അല്ലെങ്കിൽ ആങ്കിൾ, മറ്റൊരു ടേം വരുന്നത് ആങ്കിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ആങ്കിൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ രണ്ടും ടാൻ തീറ്റയാണ് കേട്ടോ, അതിനകത്ത് സംശയമുള്ള കാര്യമില്ല. പക്ഷെ അതിന്റെ മീനിങ് നിങ്ങളൊന്ന് ഓർമ്മയിരിക്കട്ടെ. സോ നമുക്ക് ഒരു മാസ് ഉണ്ട്, ക്യാപിറ്റൽ എം ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിലേക്ക് ഒരു ക്യാപിറ്റൽ എഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിലേറ്റീവ് മോഷൻ വഴി ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ മറന്നു പോകരുത്. വാട്ട് ഈസ് ദ കീ റീസൺ ബിഹൈൻഡ് ദാറ്റ്? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പ്യുവർലി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ. The attraction between that electrons, proton, nucleons, like that. അതുകൊണ്ട് തന്നെ പ്യുവർലി യെസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഫ്രിക്ഷൻ ഈസ് ലൈക്ക് ദിസ് വൺ. ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും ആക്ട് ചെയ്യുക. ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ്, റിസൾട്ടന്റ് വൺ വെർട്ടിക്കലി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ അത് നമ്മൾ ടാൻ തീറ്റയോട് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിവിഷൻ ബൈ ദാറ്റ് റിയാക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് ഓഫ് റിയാക്ഷൻ ആണ് അല്ലെ. ആ റിയാക്ഷൻ ക്യാൻസൽ ആക്കാം, മ്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുമ്പോൾ അവിടെയും ഇതേ കൺസെപ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ഓർക്കുക, ദാറ്റ് ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ജസ്റ്റ് സ്ലൈഡ്സ് ഫ്രം ദ സർഫേസ് എന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കവച്ച് വെച്ചുകൊണ്ട് അവൻ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക. ഇനി ഒരു കമ്പാരിസൺ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണേ. നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എടുക്കുമ്പോൾ ദാറ്റ് റോളിംഗ് ഫ്രിക്ഷൻ ആണ് കൈനറ്റിക്കിനെക്കാളും ചെറുത്, അത് സ്റ്റാറ്റിക്കിനേക്കാൾ. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ലിമിറ്റിംഗ് കേസ്. സോ കീപ് ഇൻ മൈൻഡ്, റോളിംഗ് ഫ്രിക്ഷൻ ആണ് ഏറ്റവും കുറവായിട്ട് വരാൻ സാധ്യതയുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് ചെയ്യുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്പർ 9 നോക്കി. Consider a car moving along a straight horizontal road with a speed that is given as is equal to 72 km/h എന്ന് പറയുമ്പോൾ നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് മാറ്റിയേക്കാം. That is equal to 20 m/s. If the coefficient of static friction between the tire and the rod is 0.5, the shortest distance, stopping distance, നമ്മൾ പല കേസസിലായിട്ട് ഡീൽ ചെയ്ത ഒരു പോയിന്റ് ആണ് അല്ലെ. യെസ്, അപ്പൊ അവിടെ നമ്മുടെ കൈനമാറ്റിക് റിലേഷന്റെ ഒരു ഇമ്പാക്ട് വീണ്ടും അവിടെ വന്നു. യെസ്, വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു 2s. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ഇറ്റ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഇനിഷ്യൽ വെലോസിറ്റി u² ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള കേസ് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് എഗനിസ്റ്റ് ഫ്രിക്ഷൻ ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഫോഴ്സ് എന്ന് പറയുന്ന m/a എന്ന് പറയുന്നത് യെസ് മ്യൂ ടൈംസ് ഓഫ് mg ആയിട്ട് മാറുകയാണ്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് മ്യൂ ജി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, അത് മറന്നു പോകരുത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? u² എന്ന് പറയുന്നത് 2μgs ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the value for s is equal to u² division by 2 into μg. So that is the aspect. ഇനി കൃത്യതയോടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. That u² is what? It is given as a 20 into 20, that division by 2 into 0.5 into that 10. So that is the aspect. So you get the answer as is equal to 40 meter. That means our second option B is the answer. Exactly, you are right. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യേണ്ട കേസസ് എപ്പോഴും നിങ്ങളുടെ ഈ ഒരു പാറ്റേണിൽ പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിയലി ഹെൽപ്ഫുൾ ഫോർ കമ്മിങ് എൻട്രൻസ് എക്സാമിനേഷൻ, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പൊ നമ്മുടെ നീറ്റിന് 2004 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒത്തിരി ലെങ്തി ആണെന്നുള്ള ഫീലിംഗ് ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ലോസ് ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ ഒരെണ്ണം ടഫ് ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ അത് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് 1-2 ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ആവുകയും ചെയ്യും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് നമ്മളെ കാത്തിരിക്കുക. നോക്കിയേ, ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ between block A and mass 2 kilogram
as shown in the figure is 0.2. So that mu s is given as is equal to 0.2. What should be the maximum mass of value of block B so that the two blocks do not move? The string and the pulley are assumed to be smooth and massless. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ലുക്ക് ദ വെരി ഇമ്പോർട്ടന്റ് കേസ്. ഇവിടുത്തെ ഇവന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നു അല്ലെ? കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരുന്നു? ദാറ്റ് ടെൻഷൻ ഈസ് ആക്ടിങ്. പക്ഷെ മൂവ് ചെയ്യുന്നില്ല, അപ്പൊ റെസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെൻഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് എം ബി ഇൻറ്റു ജി ആയിട്ട് നമുക്ക് എടുക്കും. ഇനി ആ ടെൻഷനാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ, അവൻ റെസ്റ്റിൽ ഇരിക്കണമെങ്കിൽ ആ ടെൻഷൻ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉണ്ടാകണ്ടേ? ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അതെന്താണ്? അവിടുത്തെ ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ദ റിയാക്ഷൻ ഗിവൺ ബൈ ദ എ. അപ്പൊ അത് അവിടെ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കറസ്പോണ്ടിങ് റിയാക്ഷൻ അവിടെ വരുന്നത് അല്ലെ? യെസ്, ദാറ്റ് ഈസ് ആർ എ. അപ്പൊ നമുക്ക് ആ ആർ എ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മാസ് ഓഫ് എ ഇൻറ്റു ജി. അപ്പൊ ഇവൻ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം we can say with respect to for A that the frictional force should be equal to the tension on the string. അപ്പൊ അവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു, µs into mass of A into G. That should be equal to the tension T here. What is the tension here? That is nothing but equal to mass of B into G. G cancel. And our aim is to find what is the mass of B just to hold it there. That is equal to mu s into mass of A. Come on, quick, then give the answer. Come on, everybody, give the answer for 10. So that is equal to mass of mu is 0.2 into the mass of A is 2 kilogram. Come on, everybody, 0.2 into 2, it get the answer as a 0.4 kilogram. And exactly you get the first option. Very good, you are okay. Good. So ഇതേപോലത്തെ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസിലാകുക. അപ്പോഴത്തേക്കും നമുക്ക് ലൂപ്പ് ഹോൾ ഇല്ലാതെ മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അനദർ ഗുഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ വർക്ക് പവർ എനർജിയിലൊക്കെ ഒരു പരിധി വരെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. നോക്കൂ, എ ഹെവി യൂണിഫോം ചെയിൻ lies on a horizontal tabletop. If the coefficient of friction between the chain and the table is 0.25, then the maximum fraction of the length of the chain that can hang over one edge of the table. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു സ്ട്രിങ്ങിനെ നമുക്കൊന്ന് ഹാങ് ചെയ്ത് വെക്കാം. It's okay, fine, good. അവന് ടോട്ടൽ ലെങ്ത് എൽ ഉണ്ടെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് ഇത് ഹാങ് ചെയ്യുന്നത് എല്ലാണ്. അപ്പോ ഇവിടെ ഇത്രയും ലെങ്ത് നമുക്ക് എന്തായിട്ട് പറയാം? ക്യാപിറ്റൽ എൽ മൈനസ് എൽ ആയിട്ട്. ഹാങ് ചെയ്യപ്പെടണമെങ്കിൽ എന്താണ്? എന്തായാലും അവിടെ ഒരു ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നടക്കുമോ? ഇല്ല. യെസ്, അപ്പൊ ഈ എല് കൊണ്ടുള്ള മാസ്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് മാസിനെ നമുക്ക് എം എൽ എന്ന് വിളിക്കും. അപ്പൊ ഇവന്റെ മാസിനെ എങ്ങനെ പറയാം? മാസ് ഓഫ് എൽ മൈനസ് എൽ സ്ട്രിങ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഇവന്റെ വെയിറ്റ് താപ്പോട്ട് ആക്ട് ചെയ്യും അല്ലെ? അപ്പൊ ആ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ആ ഹാങ് ചെയ്യുന്ന വെയിറ്റ് എം എൽ ഇൻറ്റു ജി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണ്ടേ, ഫ്രിക്ഷൻ. ഇവർ രണ്ടുപേരും അല്ലേ ബാലൻസ് ചെയ്യേണ്ടേ? അപ്പോ എം എൽ ജി എന്ന് പറയുന്നത് യെസ് ദാറ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അവിടുത്തെ മ്യൂ ഇൻറ്റു എം ജി ആരുടെ മാസമായിട്ട് വരും? യെസ്, നമുക്ക് അവിടെ ഹാങ് ചെയ്യുന്ന മുകളിലത്. അതെങ്ങനെ നമുക്ക് എടുക്കാം? എം ഇൻറ്റു അവന്റെ മാസ് ഇൻറ്റു ജി അല്ലെ? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ നമുക്ക് ജിയും ക്യാൻസൽ ആക്കി പോവാം അല്ലെ? പക്ഷെ നമ്മളെ മാസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, അവനൊരു ചെയിൻ ആണ് അല്ലെ? അപ്പൊ ചെയിൻ വരുമ്പോൾ അവന് ഏറ്റവും പ്രൊഡോമിനന്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് ലെങ്ത് ആണ്, നോട്ട് ഏരിയ, നോട്ട് ഡെൻസിറ്റി.
അപ്പൊ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ലീനിയർ ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ ലീനിയർ ഡെൻസിറ്റി ഫോർ ദ ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ലാംഡ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ടോട്ടൽ അവന്റെ മാസ് ഡിവിഷൻ ബൈ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കാം. അത് തന്നെ ആയിരിക്കും നമ്മുടെ മാസ് ഓഫ് ദാറ്റ് സ്മോൾ എൽ ബൈ അവന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അത് തന്നെ ആയിരിക്കും മാസ് ഓഫ് ക്യാപിറ്റൽ എൽ മൈനസ് എൽ ഡിവിഷൻ ബൈ അവന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഉറപ്പിച്ച് നമുക്ക് പറയാം മാസ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? നമ്മുടെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വാട്ട് ഈസ് മാസ് ഓഫ് എൽ? ഈ മാസ് ഓഫ് എൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ ഡെൻസിറ്റി ഇൻറ്റു അവന്റെ ലെങ്ത് എന്ന് എഴുതിയാൽ പോരെ. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ ടൈംസ് ഓഫ് എന്താണ് മാസ് ഓഫ് ദാറ്റ് എൽ മൈനസ് എല്ലിന്റെ ലെങ്ത്. That is simply we can say that is equal to yes L minus L into that is lambda. Yes. So നമുക്ക് രണ്ടിൽ ലാംഡ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ മനോഹരമായിട്ട് ഒരു എക്സ്പ്രഷൻ കിട്ടിയിരിക്കുകയാണ്. L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ മ്യൂ ടൈംസ് ഓഫ് ക്യാപിറ്റൽ L മൈനസ് എൽ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the maximum fraction of the length എന്ന് പറയുമ്പോൾ സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ കണ്ടുപിടിച്ചാൽ മതി. സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ കണ്ടുപിടിച്ചാൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 1 ബൈ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എൽ മൈനസ് എൽ ബൈ എൽ ഒന്ന് ഡിവൈഡ് ചെയ്തേ -1. അപ്പൊ നമുക്ക് എൽ ബൈ എൽ എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി? 1 ബൈ മ്യൂ പ്ലസ് 1 ആയി ഇരിക്കട്ടെ. and equal to we can easily say that 1 plus mu that division by mu നമുക്ക് വേണ്ടത് സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ അല്ലേ. അപ്പൊ എന്ത് കിട്ടി? മ്യൂ ബൈ 1 പ്ലസ് മ്യൂ. മ്യൂ എത്രയാണ്? 0.25. that division by yes 1 plus 0.25. come on, that is equal to 0.25 by 1.25 എന്ന് പറയുമ്പോൾ 1 by 5 0.2 into 100%. you get the answer as a 20%. so വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമേ ഇല്ല. weight is balanced with what? yes, that is the concept. weight is balanced with the friction. ആ ഫ്രിക്ഷൻ എങ്ങനെ കണ്ടുപിടിച്ചു? mu times of that responsible reaction, that is a mu times of humidity. so ആ ഒരു ആസ്പെക്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചു. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു കാര്യം മറന്നു പോകരുത്, ലീനിയർ ഡെൻസിറ്റി എടുത്തത്. അപ്പൊ നമുക്ക് അതിന്റെ മാസ് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. ബാക്കിയെല്ലാം നമ്മുടെ മാത്സ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തി. നമ്പർ 12 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡീഷണൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് തരികയാണ്. 2010 ചോദിച്ച ഒരു കൺസെപ്റ്റ് ആണ്. എപ്പോഴും ഒരു മിസ്ലീഡിംഗ് ഫാക്ടർ ആയിട്ട് വരരുത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ആൾവേസ് എം ജി ആണ് എന്ന് എടുക്കരുത്. സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റം വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഇവിടെ നോക്കിയേ, എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ കാർട്ട് സി as shown in figure. The coefficient of static friction between the block and the cart is mu. The acceleration alpha of the cart that will prevent the block from falling satisfies. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, നമ്മൾ ഈ ഒളിമ്പിക്സിൽ നമ്മൾ ഓട്ട മത്സരത്തിനൊക്കെ വെക്കുന്ന സമയത്ത് ഒരു നെയിം അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതിയിട്ട ഒരു തുണി ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ നമ്മൾ പിൻ ചെയ്യാതെ പിച്ച് ഓടിയാൽ പോലും അത് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ. യെസ്, അതാണ് പോയിന്റ്. എന്തുകൊണ്ട് താപ്പോട്ട് പോകുന്നില്ല? അപ്പൊ അവിടെ വേണ്ട മിനിമം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ മാസ് താഴോട്ട് വീഴുന്നില്ല, ഈവൻ കാർട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേ. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്താണ്? എം ജി താപ്പോട്ട് ആക്ട് ചെയ്യുന്നു അല്ലെ. ഇനി എന്താ വേണ്ടേ? ഇവൻ സർഫസ് പിടിച്ചിരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ച അല്ലെ, വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരെണ്ണം ഉണ്ടാവും. പക്ഷെ ഇവൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ വരുന്നത് ഒരു സ്യൂഡോ ഫോഴ്സ് വരികയാണ്, ഈ സ്മോൾ എം. അതെപ്പോഴും ഓർമ്മയിരിക്കണം. നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മള് ബസ് ആക്സിലറേറ്റഡ് ആണ് അല്ലെ, പക്ഷെ നമ്മളൊരു സ്യൂഡോ ഫോഴ്സ് ഉണ്ട്. അത് ഈ പറയപ്പെടുന്ന യഥാർത്ഥ റിയൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. യെസ്, അതുകൊണ്ടാണ് ബസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫോഴ്സ് പുറകോട്ടിലാണ്, പക്ഷെ നമ്മൾ പോകുന്നത് മുന്നോട്ടാണ് അല്ലെ. യെസ്, ദാറ്റ് സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവൻ ആൽഫ ആക്സിലറേഷൻ ആണെങ്കിൽ എൻ ആൽഫ എന്ന് പറയുന്ന തരത്തിലാണ് പുറകിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ആക്ച്വലി ദാറ്റ് സ്മോൾ എം മാസിനെ ആ സർഫസുമായിട്ട് ഒരുമിച്ച് നിർത്തുന്നത്. ദാറ്റ് വിൽ ഇംപാർട്ട് ദ റിയാക്ഷൻ.
That is a very important point. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ കേസ് എടുക്കുക എന്ന് പറയുന്നത് mg വെയിറ്റ് എന്ന് പറയുന്നത് എക്വിലിബ്രിയം എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഫ്രിക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? മ്യൂ ടൈംസ് ഓഫ് അവിടുത്തെ റിയാക്ഷൻ ആയി. പക്ഷെ ഇവിടെ ആരാണ് റിയാക്ഷൻ കൊടുക്കുന്നത്? നമ്മൾ ആൽഫ ആക്സിലറേഷനിൽ പോയപ്പോൾ കിട്ടിയ സ്യൂഡോ ഫോഴ്സ് ആണ്. സോ mg എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ? മ്യൂ ടൈംസ് ഓഫ് m. അപ്പൊ m ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആൽഫയാണ് നമുക്ക് വേണ്ടത് അല്ലെ. സോ ആൽഫ ഇസ് ഈക്വൽ ടു g/mu ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So that acceleration should be equal to or greater than g/mu. Exactly. You are sure. Very good. You get the answer as that's that C choice. So that is the 12th question. Very good. Good questions are waiting. Now with the vehicles on curved road. You have to go with the 3 important situations. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അപ്പൊ ആദ്യത്തെ കേസില് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് the friction is sufficient and a horizontal curved rod ആണ് നമ്മുടെ കൺസിഡറേഷനിൽ വരുന്നതെങ്കിൽ, and keep in mind the necessary centripetal force for the movement that is given by ഒരു വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. So the weight mg is acting vertically and the reaction is acting perpendicularly, and there should be one agency to provide the necessary centripetal force, and that will give the friction between the tire and the rod. So the necessary centripetal force m into v square by r, or we can say m into r omega square. The omega square is ഒരു സർക്കുലർ മോഷൻ ആകുമ്പോൾ നമുക്ക് ആംഗുലർ വെലോസിറ്റി ആയിട്ട് എടുക്കാം. That is provided by whom? The friction between the tire. That is equal to mu times of the reaction. The reaction is what? mg. Above we can say that m into v square by r equal to mu times of mg. mm cancel, and hence we can say that v square is equal to mu times of rg. എപ്പോഴും ഓർക്കണേ that frictional force should be greater. That is a very important concept എന്ന് പറയുന്നത്. മാക്സിമം കേസ് എന്ന് പറയുമ്പോഴാണ് ഇത് രണ്ട് ഈക്വൽ ആയി മാറുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് വിയുടെ വാല്യൂ എന്ന് പറയുന്നത് √μrg. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. അപ്പൊ ഫ്രിക്ഷൻ ഈസ് ദ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കേസ്. ഇനി ഫ്രിക്ഷൻ സഫിഷ്യന്റ് അല്ലെങ്കിൽ ലീനിങ് ഓഫ് ദ വെഹിക്കിൾ, നമുക്കറിയാം ബൈക്ക് റൈഡേഴ്സ് മൂവ് ചെയ്യുമ്പോൾ സർക്കുലർ പാത്തിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലെ. അതല്ലെങ്കിൽ നമുക്കറിയാം ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്, അവിടെ ഫ്രിക്ഷൻ അല്ല, ആക്ച്വലി നമ്മൾ അവിടെ ഇൻസഫിഷ്യന്റ് എന്ന് ആദ്യം എടുക്കുകയാണ്. ഇല്ലെന്നല്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻസഫിഷ്യന്റ് ടു പ്രൊവൈഡ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ കേസാണ് സാധാരണ സംഭവിക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നോക്കൂ, വളരെ കൃത്യതയോടെ നമ്മൾ എടുക്കേണ്ട കോൺസെപ്റ്റ്. ദ വെയിറ്റ് mg ദാറ്റ് ഈസ് ആക്ടിങ് vertically ഡൗൺവേർഡ്, അതോടൊപ്പം ദാറ്റ് റിയാക്ഷൻ ദാറ്റ് ഈസ് ആക്ടിങ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പൊ ഇത് നമ്മുടെ തീറ്റയാണ് ആംഗിൾ എങ്കിൽ ദാറ്റ് ഈസ് റിയാക്ഷൻ ദാറ്റ് വി ക്യാൻ സ്പ്ലിറ്റ്സ് ഇൻടു 2 components and it becomes a theta, and this become r cos theta, and this become r sin theta. And keep in mind that r sin theta that is acting along the radius towards the center, and that r sin theta that is will provide the necessary centripetal force. And if we just consider the vertical concept, നമുക്ക് എന്ത് പറയാൻ പറ്റും? r cos theta എന്ന് പറയുന്നത് mg ക്ക് തുല്യമായിട്ട് നമുക്ക് പറയാം. So ഒന്ന് ഡിവൈഡ് ചെയ്തേ, you get the value as a tan theta equal to v square division by r. അപ്പൊ ഈ റിലേഷൻസ് ഒന്ന് മനസ്സിലെടുക്കണേ. ഒരു പോയിന്റ് കൂടെ, അപ്പൊ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ മാറും എന്ന് പറഞ്ഞാൽ ആ ഫ്രിക്ഷന്റെ കൺസെപ്റ്റ് കൂടെ, അപ്പൊ ഇതൊരു തീറ്റ ആംഗിളിൽ വന്നാൽ എഫ് കോസ് തീറ്റ എന്നൊരു കൺസെപ്റ്റ് കൂടെ ആർ സൈൻ തീറ്റയോടൊപ്പം വരും. അതോടൊപ്പം mgയോടൊപ്പം ആർ സൈൻ തീറ്റ എന്നൊരു കൺസെപ്റ്റ് കൂടെ വരും. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഈ വി സ്ക്വയർ ബൈ ആർ ജിയുടെ റിലേഷൻ അങ്ങ് മാറി ഈ തരത്തിലാവും. ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവിഷൻ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. ഒരു ഡെറിവേഷൻ ഉണ്ട്, ഒരു 4-5 സ്റ്റെപ്സ് കൂടെ വരും, ഞാനത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് കീപ് ഇൻ മൈൻഡ് ദീസ് 3 ഇമ്പോർട്ടന്റ് കേസസ്. ഒരു കേസ് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് വേണ്ടി വരും. ഒന്ന്, ഒരു സൈക്കിളിസ്റ്റ് ഇതേപോലെ അല്ലെങ്കിൽ ബൈക്ക് റൈഡർ ഒരു സാധാരണ ഹൊറിസോണ്ടൽ ലെവൽ റോഡിലെ
വേർട്ടിക്കലിൽ നിന്ന് തീറ്റ ആംഗിൾ ഇൻക്ലൈൻ ചെയ്താണ് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവിടെയും sufficient friction ഇല്ലാത്തപ്പോൾ horizontal component of reaction that will provide the necessary centripetal force. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സർക്കുലർ പാത്ത് വരുമ്പോൾ റെയിൽവേ എഞ്ചിനീയേഴ്സ് ദാറ്റ് നമ്മുടെ ഔട്ട്സൈഡ് റെയിൽ ഈസ് ഹയർ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. എന്തുകൊണ്ട്? in order to provide the centripetal force. അവിടെ tan theta equal to നമുക്ക് h/l എന്ന് പറയാം. ഇത് ഒരു അനദർ ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിഫറെന്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കൂ. What will be the maximum speed of a car on a road turn of radius 30 meter if the coefficient of friction between the tire and the rod is 0.4? അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ദാറ്റ് v എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റൂട്ട് ഓഫ് mu ടൈംസ് r into g. So that is equal to root of what is the friction there. So that is equal to 0.4 into that the radius is 30 into that 10. So that is the concept as equal to that 4 into 30 it becomes root 120. So 11 ഒരൽപ്പം താഴെ അല്ലേ? So exactly you can quote the answer as 10.84 meter per second and you get the answer as exactly A. Yes, very good, very good, very good. Yes, exactly. So you are with another question number 40. എല്ലാ കുട്ടികളും ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 14. A car of mass 1000 kilogram negotiates a banked curve of radius 90 meter on a frictionless road. If the banking angle is 45 degree, the speed of the car is. So that is we need to find it. So what we can say? Come on, everybody. So നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ബാങ്ക്ഡ് കേസ് വരുമ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് v² ഡിവിഷൻ ബൈ rg ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് v² എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇൻറ്റു rg ആക്കാം. So we take the value as is equal to root of as a tan theta into rg. So you get the value as is equal to tan 45 become 1 into that radius as a 90 into that g that becomes 10. So that is equal to root 900. Come on everybody, give the answer. Yes, come on everybody. Come on, try to do it. Exactly. Come on. So root of 900 and you get the value as a 30 meter per second. Very good. And you get the answer as a B choice. അപ്പൊ ഇതേപോലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കേസ് നമ്മളത് ഡെറിവേഷൻ കൂടാതെ ഇക്വേഷനിലേക്ക് നമ്മൾ വന്നായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കി ഇതിന്റെ ആൻസറിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയേ. അപ്പൊ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയാസ് നമ്പർ 1 കീപ് ഇൻ മൈൻഡ് ദ കണക്റ്റഡ് സിസ്റ്റംസ്. അത് സ്പ്രിംഗ് ഫോഴ്സോ സ്ട്രിംഗ് ഫോഴ്സോ ബേസ് ചെയ്തിട്ടാകാം. രണ്ടാമത് വന്നിരിക്കുന്നത് നമ്മളുടെ ഫ്രിക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ആസ്പെക്ട് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള മൊമെന്റവും അങ്ങനെയുള്ള കേസസിലേക്കും വരിക. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയാസ് കൂടുതൽ കൃത്യതയോടെ പ്രീവിയസ് ഇയർ ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥിയും ശ്രമിക്കുക. Can you say what is answer for 15? Come on everybody. നമ്മൾ കൃത്യതയോടെ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാണ്. പെട്ടെന്നാകട്ടെ ആൻസർ. Come on, come on. Come on everybody. Please. Exactly. You're right. Everybody's. Come on. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുല ഒന്നും മറക്കരുത്. നമ്മൾ സാധാരണ കേസിൽ v² ബൈ rg എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ പറയുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ mu 0 അല്ലെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ മാറുന്നത് v² ബൈ rg is equal to tan theta plus mu that division by 1 minus mu tan theta ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് mu 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞു. So exactly you get the choice as what 15th one, you get the answer as B choice. So dear students,
ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. കാരണം ഇറ്റ് ബിക്കംസ് ആൻ എനർജി ഫോർ us. എന്നാലാണ് നമുക്ക് ഈ ചെയ്യുന്ന വർക്ക് അത് പല കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷം. അതിനോടൊപ്പം തന്നെ ഈ പാൻഡമിക്കിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ SS ഫിസിക്സ് ക്ലാസിന്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻ മറ്റു കുട്ടികളിലേക്ക് എത്തിക്കുവാൻ മടിക്കരുതേ. പ്ലീസ് ഷെയർ ടു യുവർ നിയർ ഗ്രൂപ്പ്സ്, ഫാമിലി ഗ്രൂപ്പ്സ് എക്സെട്ര. അതൊരു നല്ല സപ്പോർട്ടായിരിക്കും മറ്റു കുട്ടികൾക്ക്. അതോടൊപ്പം ഡേ 5 ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ യു, വർക്ക് പവർ എനർജി. അതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ ഒരു ചാനലില് ദർ ഇസ് എ ക്വിക്ക് റിവിഷൻ വീഡിയോസ്, അത് പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുള്ളില് ലോസ് ഓഫ് മോഷൻ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട്, ദാറ്റ് ഈസ് എ സ്ട്രിംഗ് ഫോഴ്സ് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ്, അത് നിങ്ങൾ കണ്ടിരുന്നാല് നിങ്ങൾക്ക് അത്യാവശ്യ ഹയർ ലെവൽ ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസും അതിന്റെ തിയറി പോർഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സമയമുള്ളവര് അത് നോക്കാവുന്നതാണ്. സോഡിയോ 1 മറക്കരുത്, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. So we can wait for tomorrow. Take care. God bless you. Thank you.